നോക്കിയാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ റെസസീവ് ട്രേറ്റ് ഫോർ എ ക്യാരക്ടർ ചൂസൺ ബൈ മെന്റൽ ഇൻ ഗാർഡൻ പി പ്ലാനിന്റെ അകത്ത് മെന്റൽ ചൂസ് ചെയ്തിട്ടുള്ള ഒരു റെസസീവ് ട്രേറ്റ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്കിവിടെ മെന്റൽ ചൂസ് ചെയ്തിട്ടുള്ള ഡോമിനന്റ് ട്രേറ്റുകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഡോമിനന്റ് ട്രേറ്റുകൾ പഠിക്കാനായിട്ട് നമ്മളൊരു കോഡ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കോഡ് എന്ന് പറയുന്നത്? ഗ്രാവിറ്റി എന്ന് പറയുന്ന കോഡാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് എന്താണ് ജി എന്ന് പറയുന്നത്? ജി എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ കോഡാണ് അല്ലേ, കോഡിന്റെ കളറാണ് ഗ്രീൻ എന്ന് പറയുന്നത്. അതേപോലെ ഡോമിനന്റ് ആയിട്ടുള്ള ആളാണ് റൗണ്ട് സീഡ് എന്ന് പറയുന്നത്. അതുപോലെ ഫ്ലവേഴ്സിന്റെ കേസ് നോക്കുവാണെങ്കിൽ എന്താ, ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡോമിനന്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ വി എന്ന് പറയുന്നത് എന്താണ്, വയലറ്റ് ആണ്, വയലറ്റ് കളർ ഫ്ലവേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഡോമിനന്റ് എന്ന് പറയുന്നത്. ഐ എന്ന് പറയുന്നത് എന്താണ്, ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള പോഡുകൾ അല്ലേ, ഇൻഫ്ലേറ്റഡ് പോഡാണെങ്കിൽ അത് ഡോമിനന്റ് ആണ്. ടി എന്ന് പറയുന്നത് എന്താ, ടോൾ ആയിട്ടിരിക്കുന്ന പ്ലാന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഡോമിനന്റ് എന്ന് പറയുന്നത്. Y4 എന്താ പറയുന്നത്, യെല്ലോ കളറിലുള്ള സീഡാണ് അല്ലേ, യെല്ലോ കളറിലുള്ള സീഡാണെങ്കിൽ അതും എന്താന്ന് പറയാം, ഡോമിനന്റ് ആന്ന് പറയാം. ഇവിടെ നോക്കിയേ, വയലറ്റ് കളർ ഫ്ലവർ എന്താണ്, ഡോമിനന്റ് ആണ്. പക്ഷെ യെല്ലോ പോഡ് കളർ ഡോമിനന്റ് ആണോ? അല്ല, ഇതെന്താണ്, ഇത് റെസസീവ് ആണ്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്, ഓപ്ഷൻ 2 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, ഇൻ ഹിസ് ക്ലാസിക് എക്സ്പെരിമെന്റ്സ് ഓൺ പീ പ്ലാന്റ്സ് മെന്റൽ ഡിഡ് നോട്ട് യൂസ്. അദ്ദേഹത്തിന്റെ ക്ലാസിക് എക്സ്പെരിമെന്റിൽ മെന്റൽ യൂസ് ചെയ്യാന്ന് എന്താണ് ചോദിച്ചേക്കുന്നത്, സീഡ് കളർ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പോഡ് ലെങ്ത് എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹം യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ 2 ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയാൽ എത്രാമത്തെ ക്വസ്റ്റ്യൻ അത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കടാ, among the following characters which one was not considered by Mendel in his experiments on pea. താഴെ തന്നേക്കുന്നതിൽ മെന്റൽ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സിൽ കൺസിഡർ ചെയ്യാത്ത ക്യാരക്ടർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാ കൺസിഡർ ചെയ്യാത്ത ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്? നോക്ക്, സ്റ്റെം ടാളാണോ ഡോർഫാണോ എന്ന് അദ്ദേഹം നോക്കിയിട്ടുണ്ടായിരുന്നു. അതേസമയം ട്രൈക്കോംസിനെ കുറിച്ച് അദ്ദേഹം എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് നമുക്ക് ഓർമ്മയുണ്ടോ? ഇല്ല, അങ്ങനെ നമ്മുടെ ടെസ്റ്റിൽ പറയുന്നില്ല. സോ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ 2 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേടാ? മുന്നോട്ടേക്ക് പോകുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഹൗ മെനി പേഴ്സ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് സ്റ്റഡീഡ് ബൈ മെന്റൽ വേർ റിലേറ്റഡ് ടു പോഡ്. പോഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എത്ര കോൺട്രാസ്റ്റിംഗ് പേഴ്സിനെ കുറിച്ചാണ് മെന്റൽ സ്റ്റഡി ചെയ്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, പോഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ 2 കാര്യങ്ങളാണ് നോക്കിയിട്ടുള്ളത്. ഒന്ന് അതിന്റെ എന്ത് നോക്കിയിട്ടുണ്ട്, കളർ നോക്കിയിട്ടുണ്ട്, യെല്ലോ പോഡാണോ അഥവാ ഗ്രീൻ പോഡാണോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ട്. അതേപോലെ പോഡിന്റെ എന്തും നോക്കിയിട്ടുണ്ട്, ഷേപ്പ് നോക്കിയിട്ടുണ്ട്. നോക്കിയേ, എന്തായിരുന്നു പറഞ്ഞത്, ഇൻഫ്ലേറ്റഡ് ആണോ അഥവാ കൺസ്ട്രക്റ്റഡ് ആണോ നമ്മൾ അതിന്റെ ഷേപ്പിനെ കുറിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പൊ എത്ര ക്യാരക്ടേഴ്സാണ് നമ്മൾ പോഡിനെ കുറിച്ച് സ്റ്റഡി ചെയ്തത്? 2 പേര് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് സ്റ്റഡി ചെയ്തത്. സോ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ 2 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, എമംഗ് ദ ഗിവൻ പീ പ്ലാന്റ് ട്രേറ്റ്സ് ഐഡന്റിഫൈ ദ ഓഡ് വൺ. തന്നേക്കുന്നതിനകത്ത് തന്നേക്കുന്ന പീ പ്ലാന്റ് ട്രേറ്റ്സിന്റെ അകത്ത് ഓഡ് വണ്ണിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കിയേ, വയലറ്റ് ഫ്ലവർ എന്ന് പറയുന്നത് എന്ത് ക്യാരക്ടറാണ്? അതൊരു ഡോമിനന്റ് ക്യാരക്ടറാണ്. യെല്ലോ സീഡ് എന്ന് പറയുന്നതോടാ, യെല്ലോ സീഡ് എന്ന് പറയുന്നതും ഒരു ഡോമിനന്റ് ക്യാരക്ടറാണ്. യെല്ലോ പോഡ് എന്ന് പറയുന്നത് ഒരു റെസസീവ് ക്യാരക്ടറാണ്. ആസിഡ് ഫ്ലവർ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ഡോമിനന്റ് ക്യാരക്ടറാണ്. അങ്ങനെയാണെങ്കിൽ ഏതാ ഇവിടെ ഓഡ് വൺ ആയിട്ടുള്ളത്? റെസസീവ് ട്രേറ്റ് ആയിട്ട് വന്നിട്ടുള്ള യെല്ലോ പോഡാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഓഡ് വൺ ആയിട്ട് കാണാൻ പറ്റുന്നത്. സോ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ 3 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ, ആറാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു മെന്റൽ സക്സസ്. താഴെ തന്നേക്കുന്നതിനകത്ത് മെന്റലിന്റെ സക്സസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ഒരു ഒരു ട്രേറ്റ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, ലാർജ് സാമ്പിളിംഗ് സൈസ് അത് അദ്ദേഹത്തിന്റെ സക്സസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംഭവം അല്ലേ? ആണ്. അതേപോലെ അദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തി, അതും അദ്ദേഹത്തിന്റെ സക്സസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്. നോക്ക്, പെർഫോംഡ് എക്സ്പെരിമെന്റ്സ് ഓൺ സിംഗിൾ വെറൈറ്റി ഓഫ് പീ. അങ്ങനെ ചെയ്തത് കൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റാതെ പോയത്, അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേന് ഫെയിൽ ആയി പോയത്. സോ ഇതാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്, മെന്റലിനെ സക്സസിലേക്ക് നയിക്കാഞ്ഞ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ 3 ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ എത്രാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേടാ, എന്താ പറഞ്ഞേക്കുന്നത്, മെന്റൽ വാസ് ബോണിൽ. മെന്റല് ജനിച്ചത് ഏത് നൂറ്റാണ്ടിലാണ് ചോദിച്ചേക്കുന്നത്? 19ാമത്തെ നൂറ്റാണ്ടിലാണ്. സോ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ 1 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേടാ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താ പറയുന്നത്, ഗ്രിഗർ മെന്റൽ ഈസ് നോൺ ഫോർ. ഗ്രിഗർ മെന്റൽ എന്തിലാണ് ഗ്രിഗർ മെന്റൽ ഫേമസ് ആയിട്ടുള്ളതെന്നാണ് നമ്മുടെ ചോദിച്ചേക്കുന്നത്. എന്തിലാണ് ഗ്രിഗർ മെന്റൽ ഫേമസ് ആയിട്ടുള്ളത്? ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റുകൾ നടത്തിയതാണ്. സോ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ 2 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ, 9ാമത്തെ ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫസ്റ്റ് ടു യൂസ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആൻഡ് മാത്തമാറ്റിക്കൽ ലോജിക്സ് ഫോർ സോൾവിംഗ് ബയോളജിക്കൽ പ്രോബ്ലംസ്. എന്താ ചോദിച്ചേക്കുന്നത്,
ആദ്യമായിട്ട് ബയോളജിക്കൽ പ്രോബ്ലംസിൽ മാത്തമാറ്റിക്കൽ ലോജിക്കും അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ആരാന്നാ ചോദിച്ചിട്ടുള്ളത്? ആരായിരുന്നു അത് കൊണ്ടുവന്നത്? ഗ്രിഗർ മെൻഡലാണ്, നമുക്കറിയാം. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 2 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്ക്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ട്രേറ്റ് ഈസ് ഓൺലി എക്സ്പ്രസ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഐഡന്റിക്കൽ അലീൽ? താഴെ തന്നേക്കുന്നതിനകത്ത് ഐഡന്റിക്കൽ അലീൽ ഉണ്ടെങ്കിൽ മാത്രം, അതായത് 2 അലീൽസും സെയിം ആയിട്ടുള്ള ആളുകളാണെങ്കിൽ മാത്രം എക്സ്പ്രസ് ചെയ്യപ്പെടാൻ പറ്റുന്ന ട്രേറ്റ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാത്? യെല്ലോ സീഡ് എന്ന് പറയുന്ന ഡോമിനന്റ് ആണ്. ഇപ്പോൾ ഒരെണ്ണം ഒരെണ്ണം യെല്ലോ സീഡിന്റെ അലീൽ വന്ന് ഒരെണ്ണം ഗ്രീൻ സീഡിന്റെ അലീൽ വന്നാലും യെല്ലോ സീഡ് ഡോമിനന്റ് ആയതുകൊണ്ട് തന്നെ എന്ത് കാണിക്കും? യെല്ലോ സീഡായിട്ട് അത് കാണിക്കത്തുള്ളൂ. ഇൻഫ്ലേറ്റഡ് പോഡും അതേ കണക്ക് തന്നെ എന്താണ്? ഡോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഗ്രീൻ ബോൺ എന്ന് പറയുന്നതും ഡോമിനന്റ് ക്യാരക്ടറാണ്. അതേസമയം ഗ്രീൻ സീഡ് എന്ന് പറയുന്നത് റെസസീവ് ക്യാരക്ടറാണ്. ആ ഒരു റെസസീവ് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? ഒരേപോലത്തെ ഐഡന്റിക്കൽ അലീൽസ് വന്നെങ്കിൽ മാത്രമേ ഇത് എക്സ്പ്രസ് ചെയ്യപ്പെടത്തുള്ളൂ. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 4 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് നോക്കിയാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് മെൻഡേലിയൻ ട്രേറ്റ് കൺട്രോളിംഗ് യൂണിറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഹോമോസൈഗസ് കണ്ടീഷൻ ഉള്ളി? ഹോമോസൈഗസ് കണ്ടീഷനിൽ മാത്രം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. എഗെയിൻ നമ്മുടെ ചോദിച്ചേക്കുന്നുണ്ടാ തന്നേക്കുന്നതിൽ റെസസീവ് ക്യാരക്ടർ ഏതാണെന്ന് തന്നെയാണ് നമ്മുടെ ചോദിച്ചേക്കുന്നത്. സോ നോക്കി പറഞ്ഞേടാ. ആർട്സൽ ഫ്ലവർ ഡോമിനന്റ് ആണ്. യെല്ലോ സീഡ് ഡോമിനന്റ് ആണ്. യെല്ലോ പോഡ് റെസസീവ് ആണ്. സ്മൂത്ത് സീഡ് എന്ന് പറയുന്നതും ഡോമിനന്റ് ആണ്. നമ്മുടെ റൗണ്ട് സീഡിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ സ്മൂത്ത് സീഡും എന്ത് തന്നെയാണ്? ഡോമിനന്റ് ക്യാരക്ടർ തന്നെയാണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? യെല്ലോ പോഡാണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നതെന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേടാ? നോക്കിക്കേ 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ട്രേറ്റ്സ് ഷോസ് എക്സ്പ്രഷൻ ഇൻ ഓൺലി ഹോമോസൈഗസ് കണ്ടീഷൻ? താൻ തന്നേക്കുന്നതിനകത്ത് ഹോമോസൈഗസ് കണ്ടീഷനിൽ മാത്രം എക്സ്പ്രസ് ചെയ്യപ്പെടുന്നതാണ്. എഗെയിൻ നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താടാ? ആരാണ് റെസസീവ് ക്യാരക്ടർ എന്നാ ചോദിച്ചേക്കുന്നത്. നോക്കിക്കേ, റിംഗിൾഡ് സീഡ് റെസസീവ് ആണെന്ന് നമുക്കറിയാം. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 4 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. വിച്ച് ഓഫ് ദ ഗിവൻ ട്രേറ്റ് ഓഫ് പി സെലക്ടഡ് ബൈ മെൻഡൽ ഡ്യൂറിംഗ് ദ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് ഓൺ പി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ബോത്ത് ഹോമോസൈഗസ് ആസ് വെൽ ആസ് ഹെട്രോസൈഗസ് കണ്ടീഷൻ? എന്താ പറഞ്ഞേക്കുന്നത്? ഹോമോസൈഗസ് കണ്ടീഷനിലും ഹെട്രോസൈഗസ് കണ്ടീഷനിലും എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് ആരാന്നാ ചോദിച്ചേക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് തന്നേക്കുന്നതിൽ ഡോമിനന്റ് ആയിട്ടിരിക്കുന്നത് ആരാന്നാ ചോദിച്ചേക്കുന്നത്. ആരാ ഡോമിനന്റ് എന്ന് പറയുന്നത്? റൗണ്ട് സീഡാണ് നമുക്ക് അവിടെ ഡോമിനന്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 1 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാടാ. ദ ടോട്ടൽ നമ്പർ ഓഫ് പ്യുവർ ലൈൻസ് പ്രിപ്പയർഡ് ബൈ മെൻഡൽ ഫോർ ഹിസ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് ഇൻ ഗാർഡൻ പീ പ്ലാൻ ഫോർ 7 ക്യാരക്ടേഴ്സ് വരെ? എത്ര പീ പ്ലാനിനെ വെച്ചിട്ടാണ് 7 ക്യാരക്ടേഴ്സിന്റെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള 7 ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് അദ്ദേഹം എക്സ്പെരിമെന്റുകൾ നടത്തിയ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് നടത്തിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 14 ഗാർഡൻ പീ പ്ലാന്റിനെ വെച്ചിട്ടായിരുന്നു. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 2 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ. 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, എന്താ പറഞ്ഞേക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കടാ. മെൻഡൽ സ്റ്റഡീഡ് 7 pairs of contrasting traits in pea plant and proposed the law of inheritance. എന്താ പറഞ്ഞേക്കുന്നത്? മെൻഡല് പീ പ്ലാനിനകത്ത് 7 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റിനെ കുറിച്ച് പഠിച്ചിട്ടാണ് എന്ത് മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്? ലോ ഓഫ് ഇൻഹെറിറ്റൻസിനെ മുന്നോട്ടേക്ക് കൊണ്ടുവച്ചിട്ടുള്ളതെന്ന് പറയുന്നു. അത് കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 നോക്കിയാടാ. 7 ക്യാരക്ടേഴ്സ് എക്സാമിൻഡ് ബൈ മെൻഡൽ ഇൻ ഹിസ് എക്സ്പെരിമെന്റ് ഓൺ എ പീ പ്ലാൻ വെയർ. അപ്പോൾ 7 ക്യാരക്ടേഴ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാ? സീഡ് ഷേപ്പ് ആൻഡ് സീഡ് കളർ, ഫ്ലവർ കളർ, പോഡ് ഷേപ്പ്, പിന്നെ ഏതാടാ? പോഡിന്റെ ഷേപ്പ്, പോഡിന്റെ കളർ, ഫ്ലവറിന്റെ പൊസിഷൻ, അതുപോലെ സ്റ്റെം ഹൈറ്റ്. ഇത്രയല്ലേ ചെയ്തിട്ടുള്ളത്? ആണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ത് തന്നെയാണ്? കറക്റ്റ് തന്നെയാണ്. അങ്ങനെയാണ് ഏത് ആൻസർ വരുന്നത്? ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ 2 ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? മുന്നോട്ടേക്ക് പോട്ടെ. മുന്നോട്ടേക്ക് പോകുന്നു. നോക്കിക്കേടാ. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഫൈലിയൽ 1 പ്രോജനി റെഫേഴ്സ് ടു F1 പ്രോജനി എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. F1 പ്രോജനി എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ഹൈബ്രിഡ് ജനറേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 3 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ. 17ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ബ്ലെൻഡിങ് ഇൻഹെറിറ്റൻസ് റെഫേഴ്സ് ടു? ബ്ലെൻഡിങ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഓസ്പ്രിങ്സിന് മിക്സഡ് ക്യാരക്ടേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 1 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് വാസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് കൺക്ലൂഷൻ ദാറ്റ് ഗ്രിഗർ മെൻഡൽ ഡ്രൂ ഫ്രം ഹിസ് എക്സ്പെരിമെന്റ് വിത്ത് പീ പ്ലാൻ? പീ പ്ലാനുമായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള എക്സ്പെരിമെന്റിന്റെ അകത്ത് ഗ്രിഗർ മെൻഡൽ കൊണ്ടുവന്നിട്ടുള്ള മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കൺക്ലൂഷൻ ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. വായിച്ചു നോക്കിയേ. ദർ ഈസ് കൺസിഡറബിൾ ജനറ്റിക് വേരിയേഷൻ ഇൻ ഗാർഡൻ പീസ്. അത് നമ്മുടെ അടുത്ത് മെൻഡൽ പറഞ്ഞു തന്നതല്ല. അടുത്ത നോക്കിയേ. ട്രേറ്റ്സ് ആർ ഇൻഹെറിറ്റഡ് ഇൻ ഡിസ്ക്രീറ്റ് യൂണിറ്റ് ആൻഡ് ആർ നോട്ട് ദ റിസൾട്ട് ഓഫ് ബ്ലെൻഡിങ്. എന്താ? ട്രേറ്റുകളെല്ലാം
ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്ന ഡിസ്ക്രീറ്റ് യൂണിറ്റുകളായിട്ടാണെന്നും അവർ പരസ്പരം ബ്ലെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞത് ആരായിരുന്നു? മെൻഡലായിരുന്നു. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 2 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 19ാമത്തെ ക്വസ്റ്റ്യൻ, ദ F1 progeny in monohybrid cross by Mendel resembled. എന്താ ചോദിച്ചിരിക്കുന്നത്? F1 progeny, മോണോഹൈബ്രിഡ് ക്രോസിന്റെ അകത്ത് F1 progeny ആരെയാണ് റിസംബിൾ ചെയ്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആരെയാണ് റിസംബിൾ ചെയ്തത്? അവരുടെ പേരന്റിൽ ആരാണോ ഡോമിനന്റ് ട്രേറ്റ് എക്സിബിറ്റ് ചെയ്തത് ആ ഡോമിനന്റ് ട്രേറ്റ് മാത്രമല്ലായിരുന്നു F1 progeny റിസംബിൾ ചെയ്ത് കാണിച്ചത് ആണ്. സോ നമുക്ക് എന്താ പറയാം? ദ പേരന്റ് എക്സിബിറ്റിംഗ് ഡോമിനന്റ് ട്രേറ്റ് കംപ്ലീറ്റ്ലി എന്ന് പറയുന്ന ഓപ്ഷൻ 1 ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ മെൻഡൽസ് എക്സ്പെരിമെന്റ് ദ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഡിഡ് നോട്ട് ഷോ എനി ബ്ലെൻഡിങ്. മെൻഡലിന്റെ എക്സ്പെരിമെന്റിന്റെ അകത്ത് ഒരു കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകൾ ബ്ലെൻഡിങ് കാണിക്കാത്തത് ഏത് സ്റ്റേജിലായിരുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് സ്റ്റേജിലാ? F1 സ്റ്റേജിലും കാണിച്ചിട്ടില്ല, F2 സ്റ്റേജിലും ബ്ലെൻഡിങ് കാണിച്ചിട്ടില്ല. ഒന്നെങ്കിൽ നമുക്ക് ഡോമിനന്റ് ആയിട്ടുള്ളവരെ മാത്രം കിട്ടി, അല്ലെങ്കിൽ നമുക്ക് റെസസീവ് ആയിട്ടുള്ള ക്യാരക്ടറിനെ മാത്രമാണ് കിട്ടിയത് F1നും F2ന്റെ അകത്തും. സോ നമുക്ക് എന്ത് പറയാം? ബോത്ത് F1 ആൻഡ് F2 സ്റ്റേജസ് എന്ന് പറയുന്ന ഓപ്ഷൻ 3 ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ട്രേറ്റ് എക്സ്പ്രസ്ഡ് ഇൻ F1 ജനറേഷൻ. F1 ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യപ്പെട്ട ട്രേറ്റ് ഏതായിരുന്നു? ഡോമിനന്റ് ട്രേറ്റ് ആയിരുന്നു. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 3 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, അൻ ഓർഗാനിസം വിത്ത് 2 കോപ്പീസ് ഓഫ് ദ സെയിം അലീനേഴ്സ്. എന്താ? ഒരു ഓർഗാനിസത്തിന് ഒരേ അലീനിന്റെ തന്നെ 2 കോപ്പീസ് ആണ് കയ്യിലുള്ളതെങ്കിൽ അത്തരത്തിലുള്ള ഓർഗാനിസംസിനെ നമ്മൾ എന്ത് പറയുന്ന ചോദിച്ചേക്കുന്നത്? എന്താ പറയുന്നത്? ഒരു ട്രേറ്റിന്റെ ഹോമോസൈഗസ് അലീലാണ് അവിടെ അവരുടെ കയ്യിലുള്ളതെന്ന് പറയാം. സോ നമ്മുടെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ 1 ഹോമോസൈഗസ് ഫോർ ദ ട്രേറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേടാ. Genes which code for a pair of contrasting trait or slightly different form of the same gene are known as. എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു പേര് കോൺട്രാക്റ്റിംഗ് ട്രേറ്റിന് വേണ്ടിയിട്ട് കോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള സെയിം ജീനിന്റെ തന്നെ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഫോമുകളെ നമ്മൾ എന്ത് വിളിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്? എന്താ നമ്മൾ വിളിക്കുന്നത്? അലീൽസ് എന്നല്ലേ വിളിക്കുന്നത് ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 1 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയേ, 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ട്രേറ്റ്സ് ഇൻ ദ ഗാർഡൻ പീ പ്ലാന്റ് would express itself only in homozygous condition. Again, homozygous conditionൽ മാത്രം എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന ക്യാരക്ടർ ആരാന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് തന്നേക്കുന്നതിൽ റെസസീവ് ആയിട്ടിരിക്കുന്ന ക്യാരക്ടർ ആരാന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കടാ, ടെർമിനൽ ഫ്ലവർ പൊസിഷൻ ഒരു റെസസീവ് ക്യാരക്ടർ ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 2 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 25ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. തന്നേക്കുന്നതിനകത്ത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കടാ, ടാൽ പ്ലാന്റ് പ്രൊഡ്യൂസ് ഗാമീസ് ബൈ മിയോസിസ് ആൻഡ് ദ ഡോർഫ് പ്ലാന്റ് ബൈ മൈറ്റോസിസ്. തെറ്റല്ലേ പറഞ്ഞേക്കുന്നത്? ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ ഇൻകറക്റ്റ് ആയിരുന്നു നമുക്ക് പറയാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, എ ടാൾ ട്രൂ ബ്രീഡിംഗ് ഗാർഡൻ പീ പ്ലാന്റ് ഈസ് ക്രോസ്ഡ് വിത്ത് എ ഡ്വാർഫ് ട്രൂ ബ്രീഡിംഗ് ഗാർഡൻ പീ പ്ലാന്റ്. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ ടി ഉള്ള ഒരു പ്ലാന്റിനെ എന്ത് ചെയ്തു? സ്മോൾ ടി ഉള്ള ഒരു പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. When F1 plants were selfed, the resulting genotypes were in the ratio. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നത്? നമ്മുടെ F1 ജനറേഷൻ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് അവർ വരുന്നത്? ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന കണ്ടീഷനിലായിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ക്യാപിറ്റൽ ടി സ്മോൾ ടിക്കകത്തുനിന്ന് അയാളെ നമ്മൾ എന്ത് ചെയ്തു? ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉള്ള ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? സെൽഫായിട്ട് നമ്മൾ അവിടെ ക്രോസിങ് നടത്തി എന്ന് പറയുന്നു ഇല്ലേ? അങ്ങനെ നമ്മൾ ക്രോസിങ് നടത്തി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും? 2 തരത്തിലുള്ള ഗ്യാമീറ്റ് ഫോം ചെയ്യും നമുക്കറിയാം. ഇവിടെയും എന്ത് ചെയ്യും? 2 തരത്തിലുള്ള ഗ്യാമീറ്റ് ഫോം ചെയ്യും. നമ്മൾ പന്നറ്റ് സ്ക്വയർ വരയ്ക്കും. പന്നറ്റ് സ്ക്വയർ വരയ്ക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? പന്നറ്റ് സ്ക്വയർ വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ ടി കിട്ടും, ഇവിടെ ടി കിട്ടും, ഇവിടെ ടി കിട്ടും, ഇവിടെ ടി കിട്ടും. നോക്കിയാൽ ഇവിടെ ടി എന്ന് വരും. ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇവിടെ എന്ത് കിട്ടും? സ്മാൾ ടി എന്ന് കിട്ടും. നോക്കിയേ, നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് റിസൾട്ടിങ് ജീനോ ടൈപ്പിന്റെ കാര്യമല്ലേ? ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഒരെണ്ണം ഹോമോസൈഗസ് ആയിട്ടുള്ള ആളാണ് അല്ലെ? ഒരെണ്ണം ഹോമോസൈഗസ് ടാൾ ആണെന്ന് പറയാം. ഈസ്റ്റു 2 ഹെട്രോസൈഗസ് ടാളിനെ കിട്ടും. ഈസ്റ്റു ഒരു ഹോമോസൈഗസ് ആയിട്ടുള്ള ഡ്വാർഫിനെ നമുക്ക് കിട്ടും. ഇങ്ങനെയല്ലേടാ വരുന്നത്? ആണ്. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. സോ നോക്കിയേ, 1:2:1 ആണ് അവിടുത്തെ റേഷ്യോ വരുന്നത്. അങ്ങനെ റേഷ്യോ നമുക്ക് കാണാൻ വരുന്നത് 2 സ്ഥലങ്ങളിലാണ്. 1:2:1. അവിടെ ഒരെണ്ണം ടാൾ ഹെട്രോസൈഗസ് എന്ന് പറയുന്നത് തെറ്റാണ്. ഒരെണ്ണം ഉള്ളത് ആരാ? ടാൾ ഹോമോസൈഗസ് ആണ്. 2 എണ്ണം ടാൾ ഹെട്രോസൈഗസ് ആണ്. ഒരെണ്ണം ഡ്വാർഫ് ആണ്. എന്താ? ഡ്വാർഫ് ആണ്, ഹോമോസൈഗസ് ഡ്വാർഫ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 4 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ?
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയാൽ എന്താ പറയുന്നത്? ഇഫ് എ ഹോമോസൈഗസ് റെഡ് ഫ്ലവേർഡ് പ്ലാന്റ് ഈസ് ക്രോസ്ഡ് വിത്ത് ഹോമോസൈഗസ് വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റ്. ഒരു ഹോമോസൈഗസ് ആയിരിക്കുന്ന റെഡ് കളേർഡ് പ്ലാന്റ്. റെഡ് കളേർഡ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ അത് ഉറപ്പായിട്ടും ഡോമിനന്റ് ആണ്. സോ റെഡ് കളേർഡ് പ്ലാന്റിനെ നമ്മൾ എന്ത് ചെയ്തു? ഹോമോസൈഗസ് ആയിട്ടുള്ള വൈറ്റ് കളേർഡ് പ്ലാന്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന പറയുന്നത്? ക്രോസ് ചെയ്തു എന്നാണ് പറയുന്നത്. ആൻഡ് റെഡ് കളർ അലീൽ ഈസ് കംപ്ലീറ്റ്ലി ഡോമിനന്റ് ഓവർ ദ വൈറ്റ് കളർ. ദ റെഡ് കളർ വൈറ്റ് കളറിന് മുകളിൽ കംപ്ലീറ്റ്ലി ഡോമിനന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓസ്പ്രിങ്സ് എങ്ങനെയായിരിക്കും ചോദിച്ചത്? കംപ്ലീറ്റ്ലി ഡോമിനന്റ് ആണെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന ഓസ്പ്രിങ്ങിന്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആയിരിക്കും. കംപ്ലീറ്റ്ലി ഡോമിനന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത് എന്ത് കളറായിരിക്കും? റെഡ് കളേർഡ് ആയിരിക്കും നമുക്ക് അവിടെ എക്സ്പ്രസ് ചെയ്ത് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 2 എല്ലാവരും റെഡ് ഫ്ലവേർഡ് കളർ ആയിട്ടുള്ള പ്ലാന്റ് എല്ലാവരും റെഡ് കളേർഡ് ആയിട്ടുള്ള ഫ്ലവറിനെ ആയിരിക്കും നമുക്ക് തരുന്നതെന്ന് പറയാൻ പറ്റും. ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ 2 pea plants having red dominant colored flowers with unknown genotype are crossed. രണ്ട് പയർ ചെടിയുടെ ഫ്ലവേഴ്സിനെ എടുത്തിട്ട് ക്രോസ് ചെയ്തു എന്ന് പറയുന്നത്. 2 pea plants-നെ ക്രോസ് ചെയ്തു. അതിൽ റെഡ് എന്ന് പറയുന്നത് എന്താന്ന് പറയുന്നുണ്ട്? റെഡ് എന്ന് പറയുന്നത് ഡോമിനന്റ് ആണെന്ന് ഇവിടുത്തെ പറയുന്നുണ്ട് അല്ലേ? ആണ്. റെഡ് എന്ന് പറയുന്നത് എന്താന്ന് പറയുന്നത്? ഡോമിനന്റ് ആണെന്ന് പറയുന്നുണ്ട്. വിത്ത് അൺനോൺ ജീനോടൈപ്പ് ആയിട്ടാണ് ക്രോസ് ചെയ്തിരിക്കുന്നത്. 75% ഓഫ് ദ ഫ്ലവേഴ്സ് ആർ റെഡ് ആൻഡ് 25% ആർ വൈറ്റ്. അതിൽ 75% എന്താന്ന് പറയുന്നുണ്ട്? 75% റെഡ് കളേർഡ് ഫ്ലവേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. 25% മാത്രമേ ആരുള്ളൂ? വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉള്ളെന്ന് പറയുന്നു. ദ ജീനോട്ടിപ്പിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ പേരൻസ് ഹാവിംഗ് റെഡ് കളേർഡ് ഫ്ലവേഴ്സ് വിൽ ബി. എന്താ? റെഡ് കളേർഡ് ഫ്ലവേഴ്സ് ഉള്ള ഒരു പേരൻസിന്റെ ജീനോട്ടിപ്പിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, ഇവിടെ നമുക്ക് പന്നറ്റ് സ്ക്വയർ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എന്താ മനസ്സിലാവുന്നത്? 4-1 ആളുകളാണ് എന്ത് വരുന്നത്? വൈറ്റ് കളേർഡ് വരുന്നത്. അതായത് അവിടെ എന്തായാലും ക്രോസ് ആവുന്നത് RR എന്ന് പറയുന്ന രീതിക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇവിടെ നമുക്ക് 6 വരുന്നത്. ഇവിടെ നമുക്ക് എന്താ വരുന്നത്? 6 വരുന്നത്. ബാക്കിയുള്ളിടത്തെല്ലാം എന്ത് കളേർഡ് ഫ്ലവേഴ്സ് വേണം എന്നാ പറഞ്ഞേക്കുന്നത്? റെഡ് കളേർഡ് ഫ്ലവേഴ്സ് വേണം എന്നാ പറഞ്ഞേക്കുന്നത്. ഇവിടെ റെഡ് കളേർഡ് വരണമെങ്കിൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കൊണ്ടുവരുന്ന അല്ലാതെ വേറെ നിവർത്തിയില്ല. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആയിരിക്കും എന്ന് കൊടുക്കാം. അതേപോലെ ഇവിടെയും എന്ത് തന്നെ വരും? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ തന്നെ വരും. അങ്ങനെ ഇവിടെ ക്യാപിറ്റൽ ആർ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്യാപിറ്റൽ ആർ ആയിരിക്കും വരേണ്ടതെന്ന് പറയാം. സോ ഇവിടെ നോക്കിയേ, ഇവിടെ നിന്ന് നമുക്ക് എന്ത് വരും? ക്യാപിറ്റൽ ആർ എന്ന് വരും. നോക്കിയാൽ ഫീനോടൈപ്പിക് റേഷ്യോ നോക്കുന്ന സമയത്ത് 3:1 എന്ന് വരുമ്പോൾ അഥവാ 75% ഫ്ലവേഴ്സ് നമുക്ക് അവിടെ റെഡ് ആയിട്ടും 25% ഫ്ലവേഴ്സ് നമുക്ക് അവിടെ എന്തായിട്ടും കിട്ടും? വൈറ്റ് ആയിട്ടും കിട്ടും. സോ നമുക്ക് എന്ത് പറയാം? ഇവിടെ രണ്ടുപേരും ഹെട്രോസൈഗസ് ആയിട്ടുള്ള പേരൻസ് ആയിരിക്കും അല്ലേ? നോക്കിയേ, ഇവരെങ്ങനല്ലേ നമുക്ക് കിട്ടിയത്? അപ്പൊ നമുക്ക് എന്ത് പറയാം? പേരന്റിന്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്രോസ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആയിരുന്നു എന്ന് പറയാം. അപ്പൊ 2 റെഡ് ഫ്ലവേർഡ് പ്ലാന്റുകളും എങ്ങനെയായിരുന്നു? ഹെട്രോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? ഓപ്ഷൻ 3 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എ ക്രോസ് ബിറ്റ്വീൻ ടാൾ ആൻഡ് ഡ്വാർഫ് പ്ലാന്റ് വാസ് പെർഫോംഡ് ആൻഡ് 120 ഓസ്പ്രിങ്സ് വെയർ പ്രൊഡ്യൂസ്ഡ്. ഇൻ വിച്ച് 90 പ്ലാന്റ്സ് വെയർ ടാൾ ആൻഡ് 30 വെയർ ഡ്വാർഫ്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? മൊത്തത്തില് നമുക്ക് കിട്ടിയത് 120 ഓസ്പ്രിങ്സിനെ ആയിരുന്നു. ഈ 120-ല് 90 പ്ലാന്റ്സ് എന്താന്നാ പറയുന്നത്? ടാൾ ആണെന്നാ പറയുന്നത്. ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാടാ. കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് 3 കിട്ടും, ഇവിടെ നമുക്ക് 4 കിട്ടും. അപ്പൊ 3/4 പ്ലാന്റ്സ് എന്താന്ന് പറയുന്നു? അവര് ടോൾ ആണെന്ന് പറയുന്നു. അടുത്ത നോക്കിയേ, 30 പേര് അവിടെ ഡ്വാർഫ് ആണല്ലേ പറയുന്നത്? 30 പേരെ കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും നോക്കിയേ 1/4 ആളുകളാണ് എന്താന്ന് പറയുന്നത്? നമുക്ക് അവിടെ ഡ്വാർഫ് എന്ന് പറയുന്നത്. എവിടെയാടാ നമുക്ക് ഇങ്ങനെ വരുന്നത്? നോക്കിയേ, എന്നിട്ട് എന്താ നമ്മൾ ചോദിച്ചേക്കുന്നതെന്ന് നോക്ക്. ഫൈൻഡ് ഔട്ട് ദ ജീനോടൈപ്പ് ഓഫ് ദിയർ പേരൻസ്. അങ്ങനെയാണെങ്കിൽ അവരുടെ പേരൻസിന്റെ ജീനോടൈപ്പ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നോക്ക്, നമുക്ക് കിട്ടിയ 4 എണ്ണത്തിനകത്ത് 3 എണ്ണവും ടാള് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം ക്യാപിറ്റൽ ടി, അടുത്ത ആൾ ക്യാപിറ്റൽ ടി സ്മാൾ ടി, അടുത്ത ആൾ ക്യാപിറ്റൽ ടി സ്മാൾ ടി, ലാസ്റ്റത്തെ ആൾ 4-ൽ ഒന്ന് മാത്രം ഡോർഫ് കാണിക്കണമെങ്കിൽ അത് സ്മാൾ ടി ആയിരിക്കും. സോ ക്രോസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്താന്ന് പറയാം? ഇവിടെ ടി, ഇവിടെ സ്മോൾ ടി ആയിരിക്കും അല്ലെ? അങ്ങനെയല്ലേ വരുന്നത്? സോ ക്രോസ് ചെയ്തേക്കുന്ന ഞാനേക്ക് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആൻഡ് ക്യാപിറ്റൽ ടി സ്മോൾ ടിനെയാണ് ക്രോസ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 2 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? മുന്നോട്ടേക്ക് പോകാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 30ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ മോണോഹൈബ്രിഡ്? തന്നേക്കുന്നതിനകത്ത് ഒരു മോണോഹൈബ്രിഡ് ആയിട്ടുള്ളത് ആരാന്നാണ് ചോദിച്ചേക്കുന്നത്? അതേ 3ാമത്തെ ഓപ്ഷനിൽ കിടക്കുന്ന ആളാണ് മോണോഹൈബ്രിഡ്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 3 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയാടാ, 31ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ജീനോടൈപ്പിക് ആൻഡ് ഫീനോടൈപ്പിക് റേഷ്യോസ് ഓഫ് മോണോഹൈബ്രിഡ് ക്രോസിന്റെ ജീനോടൈപ്പിക് ഫീനോടൈപ്പിക് എഴുതാനാ പറഞ്ഞേക്കുന്നത്. ജീനോടൈപ്പിക് റേഷ്യോ എന്താ വരുന്നത്? 1:2:1 ആണ് ജീനോടൈപ്പിക് റേഷ്യോ വരുന്നത്. 3:1 ആണ് നമുക്ക് എന്ത് വരുന്നത്? ഫീനോടൈപ്പിക് റേഷ്യോ വരുന്നത്. ആൻസർ ഉണ്ടോ എന്ന് നോക്കിയേ. 1:2:1 ആൻഡ് 3:1. ഓപ്ഷൻ 2-ൽ നമുക്ക് ആൻസർ കിടപ്പുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 2 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ?
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. മോണോഹൈബ്രിഡ് ക്രോസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ്. മോണോഹൈബ്രിഡ് ക്രോസിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്? എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്? ഒരൊറ്റ ക്യാരക്ടർ മാത്രം അല്ലേ, ഒരൊറ്റ ക്യാരക്ടറിൽ മാത്രം ഡിഫറൻസ് ഉള്ളവരെ തമ്മിലാണ് നമ്മൾ മോണോഹൈബ്രിഡ് ക്രോസ് നടത്താറുള്ളത്. സോ നോക്കിക്കേ, ക്രോസ് ബിറ്റ്വീൻ പ്ലാന്റ്സ് ഡിഫറിംഗ് ഇൻ വൺ ക്യാരക്ടർ ഉള്ളി എന്ന് പറയുന്ന ഓപ്ഷൻ 2 അല്ലേടാ നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 2 ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, 33ാമത്തെ ക്വസ്റ്റ്യൻ. ടൈപ്സ് ഓഫ് ഗാമീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഹോമോസൈഗസ് പ്ലാന്റ്. ഹോമോസൈഗസ് പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമീറ്റുകളുടെ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്? എന്തായിരിക്കും? ഒരേപോലെ ഗാമീറ്റ് ആയിരിക്കും ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ സിംഗിൾ ടൈപ്പ് ഗാമീറ്റുകളായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ആൻസർ വരുന്നത്? ഓപ്ഷൻ 2 ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ, 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ഹോമോസൈഗസ് ഡോമിനന്റ്, ഹോമോസൈഗസ് റെസസീവ് ആൻഡ് പ്യുവർ ഹെറ്ററോസൈഗസ് ട്രേറ്റ് ഇൻ F2 ജനറേഷൻ ഇൻ എ പീ പ്ലാന്റ്? ഒരു പീ പ്ലാന്റിന്റെ അകത്ത് F2 ജനറേഷൻ ആവുന്ന സമയത്ത് ഹോമോസൈഗസ് ഡോമിനന്റ് ഈസ് ടു ഹോമോസൈഗസ് റെസസീവ് ഈസ് ടു പ്യുവർ ഹെറ്ററോസൈഗസ് ട്രേറ്റ്. അതിന്റെ റേഷ്യോ എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്? അതിന്റെ റേഷ്യോ എന്താ വരുന്നത്? 1:1:2 വരുന്നത്. നമ്മൾ വലിയൊരു കോളമൊക്കെ വരച്ച് പഠിച്ച ഓർമ്മയില്ലേ? ഉണ്ട്. സോ നമുക്ക് എന്ത് പറയാം? 1:1:2 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നതെന്ന് പറയാം. ആ കോളവും ആ റേഷ്യോയും കാണാതെ പഠിച്ച് വെച്ചേക്കണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയാടാ, 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് ദ ഓസ്പ്രിംഗ് ഈസ് AA. ഇപ്പോൾ ഓസ്പ്രിങ്ങിന്റെ ജീനോടൈപ്പ് എന്താണെന്നാ പറഞ്ഞേക്കുന്നത്? AA ആണെന്ന് പറഞ്ഞേക്കുന്നു. വാട്ട് ഈസ് ദ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് പേരന്റൽ ജീനോടൈപ്പ് വുഡ് ഹാവ് പ്രൊഡ്യൂസ്ഡ് ദീസ് പ്രോജനി? ഈ പ്രോജനിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പേരന്റിൽ ആരൊക്കെ ആയിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ആരൊക്കെ ആയിരിക്കും നോക്കിയാടാ. ഇയാൾ എന്തായാലും വരത്തില്ല. നമുക്കതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്? അതെ, ഇവിടെ ആകെപ്പാടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഗാമീറ്റുകൾ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എയും എന്തുമായിരിക്കും? ക്യാപിറ്റൽ എയും സ്മാൾ എയും ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ ക്രോസ് ചെയ്താലും നമുക്ക് സ്മോൾ എ എന്ന് പറയുന്ന ഒരു ജീനോ ടൈപ്പിനെ കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. അതേപോലെ ഇതും വരത്തില്ല എന്നുള്ള ഉറപ്പാണ്. അടുത്ത് നോക്കിയാടാ, ഇയാളെ ഒന്ന് നോക്കിയേ. ഇയാൾ വരാൻ ചാൻസ് ഉണ്ടോ? ഇയാൾ എങ്ങനെ വരും? നോക്ക്, പന്നറ്റ് സ്ക്വയർ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് അതിന് എങ്ങനെയാണ് കിട്ടുന്നത്? ക്യാപിറ്റൽ എ ഇവിടെ കൊടുക്കാം, സ്മോൾ എ എന്ന് കൊടുക്കാം. ഇല്ല, അയാളും വരത്തില്ല. നോക്കിയാൽ അയാളും എല്ലായിടത്തും ക്യാപിറ്റൽ എ സ്മോൾ എ എന്നുള്ള രീതിക്കല്ലേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഇയാളെ എടുക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇയാൾ വരും. 3:1 റേഷ്യോയിൽ അയാൾ ഉറപ്പായിട്ടും ഈ ഒരു ജീനോ ടൈപ്പ് കാണിക്കും എന്നുള്ളത് നമുക്കറിയാം. എങ്ങനെയാണ് കാണിക്കുന്നത് നോക്കിയേ. ഞാൻ പന്നറ്റ് സ്ക്വയർ വരയ്ക്കുന്നു. പന്നറ്റ് സ്ക്വയർ വരച്ചിട്ട് ഞാൻ അതിനകത്ത് ഓരോ ഗാമീറ്റുകളായിട്ട് കൊടുത്തിട്ട് ഞാൻ എഴുതുമ്പോഴത്തേനും ക്യാപിറ്റൽ എ സ്മോൾ എ എന്ന് വരും. ഇതാ കിടക്കുന്നു നമുക്ക് വേണ്ടുന്ന ഹോസ്പിറ്റൽ. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 4 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയേ, 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. വാട്ട് കുഡ് ബി ദ ജീനോ ടൈപ്പ് ഓഫ് എ ഗാർഡൻ പീ പ്ലാന്റ് ദാറ്റ് എക്സ്പ്രസ് ടാൾ ട്രേറ്റ് ഓഫ് ഹൈറ്റ്? എന്താ പറഞ്ഞേക്കുന്നത്? ടോൾ ട്രേറ്റ് ഓഫ് ഹൈറ്റ് കാണിക്കുന്ന ഒരാളുടെ ജീനോ ടൈപ്പ് എന്തായിരിക്കും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് നോക്കിയാൽ ഈ രണ്ടാമത്തെ ആളെ മാത്രമല്ലേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിനെ നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റൂല. ഇതിനെയും പറ്റൂല. ഈ കാണിച്ചേക്കുന്നത് എന്താണ്? ഡ്വാർഫ് ആയിട്ടുള്ള പ്ലാന്റിനെയാണ്. സോ ഇത് മാത്രമാണ് ഇവിടെ ടോൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 2 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയാടാ, 37ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ടു കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഓൾ പോസിബിൾ ജീനോടൈപ്പ് ഓഫ് ഓസ്പ്രിംഗ് ഇൻ എ ജനറ്റിക് ക്രോസ് ഈസ് കാൾഡ്. അപ്പം എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ ചോദിച്ചേക്കുവാണ്, നമുക്ക് എല്ലാ ടൈപ്പ് ജീനോടൈപ്പുകളെയും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ എന്താ വിളിക്കുന്നത്? എന്താ നമ്മൾ അതിനെ വിളിക്കുന്നത്? പന്നറ്റ് സ്ക്വയർ എന്നാണ് വിളിക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 2 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയേ, 38ാമത്തെ ക്വസ്റ്റ്യൻ. ദ F2 ജീനോടൈപ്പ് റേഷ്യോ ഓഫ് മോണോഹൈബ്രിഡ് ക്രോസ്. മോണോഹൈബ്രിഡ് ക്രോസിന്റെ F2 ജീനോടൈപ്പിക് റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. എത്രയാണ് ജീനോടൈപ്പിക് റേഷ്യോ വരുന്നത്? ഇവിടെ 1:2:1 ആണ് വരുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 3 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഓർഗാനിസം വിത്ത് 2 ഡിഫറെന്റ് അലീൽ, 2 ഡിഫറെന്റ് അലീലുള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹെറ്ററോസൈഗസ് എന്ന് വിളിക്കുന്നത് അല്ലേ? ഹെറ്ററോസൈഗസ് എന്ന് വിളിക്കുന്നത്. സോ നോക്കിയാൽ ഹെറ്ററോസൈഗസ് ഫോർ ദ ട്രേറ്റ് ഓപ്ഷൻ 3 ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഐ മീൻ എന്താ കറക്റ്റ് ആയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ സെലക്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നോക്ക്, ഫ്രാങ്ക്ലിൻ സ്റ്റാൾ കോയിൻ ദ ടേം ലിങ്കേജ്. തെറ്റല്ലേ? ആണ്. അടുത്ത് നോക്ക്, പന്നറ്റ് സ്ക്വയർ വാസ് ഡെവലപ്ഡ് ബൈ എ ബ്രിട്ടീഷ് സയന്റിസ്റ്റ്. ഒരു ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ആണ് പന്നറ്റ് സ്ക്വയർ ഡെവലപ്പ് ചെയ്തത്. സോ അത് കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 2 ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേടാ?